ഹലോ ഗൈസ്, നമ്മളെ ഹൈദരാബാദത്തെ അവസാനത്തെ നൈറ്റ് ആട്ടാ. ഞാനും അൽത്തും അവിടുത്തെ കുറച്ച് ചെക്കന്മാരൊക്കെ പാടെ കൂട്ടിയിട്ട് നേരെ ടർഫ് കണ്ട് വിട്ട്. ഒക്കെ മലയാളീസ് ആട്ടാ. ചെക്കന്മാരൊക്കെ സെറ്റ് കളി, നൈസ് ചെക്കന്മാരും. അങ്ങനെ കളി കഴിഞ്ഞിട്ട് ഓലം കൂട്ടിയിട്ട് നമ്മൾ നേരെ ടൗണിക്ക് വെള്ളം കുടിച്ചാൻ വേണ്ടിട്ട് വിട്ടു. അൽത്തൊരു ഓറഞ്ച് ജ്യൂസും ഞാനൊരു പൈനാപ്പിൾ ജ്യൂസും പിന്നെ ചങ്ങായി മലായിയോ അങ്ങനെ എന്തോ സാധനം എന്തോ ഓർഡർ ആക്കും. സത്യം പറയാലോ, സോഡ അടിച്ചാൽ മതി. അങ്ങനെ അതും കുടിച്ചിട്ട് നേരെ റൂമിക്ക് വിട്ടിട്ട് കാക്കാനും കൂട്ടിയിട്ട് 2 മണിക്ക് നമ്മൾ പിന്നെയും പുറത്തിറങ്ങി നേരെ ടൗണിൽ കണ്ട് വിട്ടു. ഏതായാലും ലാസ്റ്റ് ദിവസം അല്ല, ഹൈദരാബാദ് കുറച്ച് വെറൈറ്റി ഫുഡ് അടിച്ചിട്ട് നമുക്ക് ഹൈദരാബാദിനോട് പോയി പറയാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇക്കാണ കബാബിന്റെ കടയിൽ കണ്ട് കയറി. ഈ പഹന്മാർക്കൊന്നും രാത്രി ഒന്നും ഉറക്കൂല്ലേ. ഏതായാലും ഉള്ളിൽ കയറിയപ്പോ വൻ സെറ്റപ്പ്. നമ്മളവിടുന്ന് ഓരോ കബാബും റുമാലി റൊട്ടിന് അടിച്ച് സംഭവം നൈസാട്ടാ. ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ അടുത്ത സ്പോട്ട് വിട്ട് നേരെ പിസ്ത ഹൗസ്ക്ക്. നമ്മളെത്തിയപ്പോ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ സാധനം അവിടെ കഴിഞ്ഞിരിക്കണം. ഞാൻ അവിടുന്ന് നേരെ നമ്മൾ ഷാ ഹൗസ് കണ്ടു വിട്ടു. നമുക്ക് സാധനം അവിടെ ഉണ്ട്. എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ ആൻഡ് വെറൈറ്റി ഐറ്റം ഹലീമൊക്കെ തിന്നിട്ട് അവിടുത്തെ വീഡിയോസ് എടുക്കുമ്പോഴാണ് ഇച്ചങ്ങായി വന്നിട്ട് നമ്മളോട് എന്തൊക്കെയോ പറയുന്നത്. നമ്മൾ വിചാരിച്ച് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കാക്കാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് സംഭവം മനസ്സിലായത്. ഓനെ ബാക്കിയുള്ളവരൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആൾക്കാരെ ഓനെ തടിയെന്ന് വിളിച്ച് കളിയാക്കാത്ര. അപ്പോഴല്ല കാര്യം മനസ്സിലായത്. ഹലീമ് പിന്നെ ഒന്നും പറയാനില്ല, കെടുസാൻ. അങ്ങനെ ഹലീമിൽ നിന്ന് അവിടുന്ന് ഓരോ ചായ നമ്മള് ഹാസിലാക്കി. പോണ വൈക്ക് ഓരോ ചോക്കോബാറും വാങ്ങി. അങ്ങനെ പിറ്റേ ദിവസത്തിന് നോമ്പറക്കാൻ നേരത്തെ തിന്നാനുള്ള കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് നമ്മൾ നേരെ റൂമിൽ കണ്ടുപിടി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നീച്ചിട്ട് എല്ലാവർക്കും കൈയും കൊടുത്തിട്ട് കാക്കാനോട് ഭയം പറഞ്ഞ് നമ്മളോട് ഇറങ്ങി നേരെ സ്റ്റേഷനിൽ വിട്ടിട്ട് അവിടുന്ന് നേരെ നാട്ടിൽ കണ്ടുവിട്ടു. അപ്പോ ഫോളോ ചെയ്യാൻ മറക്കല്ലിട്ടാ. ബൈ.